സംസ്ഥാനത്തെ 108 ആംബുലൻസുകളുടെ സേവനം പ്രതിസന്ധിയിലേക്ക്. ഏപ്രിലിൽ നടത്തിപ്പ് ചുമതല അവസാനിച്ചെങ്കിലും 3 മാസത്തിനിപ്പുറവും കരാർ നൽകാതെ ആരോഗ്യവകുപ്പ്. കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിക്ക് നൽകാനുള്ള കുടിശ്ശിക 70 കോടി രൂപ പിന്നിട്ടതോടെ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി. പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച് BMS. സംസ്ഥാനത്ത് 325ലധികം ആംബുലൻസുകളാണ് നിലവിൽ 108 എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിൽ രോഗികൾക്ക് സൗജന്യ സേവനം നൽകുന്നത്. EMRI ഗ്രീൻ ഹെൽത്ത് സർവീസ് എന്ന കമ്പനിക്കാണ് 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതല. ആരോഗ്യവകുപ്പിനു വേണ്ടി കേരള മെഡിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് കരാർ നൽകിയിരുന്നത്. എന്നാൽ ഏപ്രിലിൽ കരാർ അവസാനിച്ചിട്ടും പുതിയതായി ടെൻഡർ നടത്താൻ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കമ്പനിക്ക് നാളിതുവരെ നൽകിയ സേവനത്തിനുള്ള പ്രതിഫലത്തിൽ 70 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇതോടെ 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 1600ലധികം വരുന്ന ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി. ജൂൺ മാസ ശമ്പളം പോലും കിട്ടാൻ വളരെ പ്രതിസന്ധിയിലാണെന്നാണ് തൊഴിലാളികൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഇടപെട്ടുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വേതനം എല്ലാ മാസവും 10-ാം തീയതിക്ക് മുന്നേ കൊടുക്കണമെന്നും, അല്ലാത്ത പക്ഷം കേരള പ്രദേശ് 108 ആംബുലൻസ് മസൂർ സംഘം BMS അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതോടെ ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണികളും നടത്താനായിട്ടില്ല. പല വണ്ടികളും അപകടകരമായ അവസ്ഥയിലാണ് സർവീസ് നടത്തുന്നതെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. സർക്കാരിന്റെ ഈ സമീപനത്തിൽ പ്രതിഷേധിച്ച് BMS രോഗികളെ ബാധിക്കാത്ത തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. CITUവും പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.